ആണ്. ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരും. ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ 2 സ്ഥലത്ത് നിന്ന് തേൻ വാങ്ങിച്ചു. തേന് കട്ടിയാവുന്നുണ്ട്. അടുത്ത ഇത് കട്ടിയാവുന്നില്ല. വളരെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു വലിയ വിഷയമാണിത്. നമ്മൾ ആലോചിക്കേണ്ട, തേനീച്ച കർഷകരൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് കിട്ടുന്ന തേന് ജനുവരി 1 കിട്ടിയ തേൻ എന്ത് ചെയ്തു? നല്ല കട്ടിയാണ്, നല്ല ചൂടത്ത് കിട്ടിയ തേനാണ്. അപ്പൊ ഞാന് ജോസാറിന്റെ കയ്യിൽ നിന്ന് ജോസാർ തേൻ എടുത്തു. ജോസാറിന്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി തേൻ വാങ്ങി. ജനുവരിയിലെ തേൻ വാങ്ങി. ഭയങ്കര ടേസ്റ്റ് ആണ് ആ തേനിന്. കാരണം 100% വെയിലൊക്കെ കൊണ്ടിട്ട് റബ്ബറിന്റെ മുകളിൽ നിന്ന് ഈച്ചയ്ക്ക് എടുക്കാൻ പോലും കഴിയാത്ത അരക്ക് പോലെയുള്ള തേൻ എടുത്തിട്ട് അതിന് പിന്നെ ജലാംശമൊന്നും അത് ബാഷ്പീകരിക്കണ്ട. അത്തരത്തിലുള്ള തേനാണ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കിട്ടുന്നത്. അത് ജോസാറിന്റെ നിന്ന് വാങ്ങി. നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനുശേഷം രണ്ടാമത് സാറ് തേനെടുത്തു, അതൊരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആ മൂന്നാമതും തേനെടുത്തു, അതൊരു പാത്രത്തിൽ സൂക്ഷിച്ചു. നാലാമത് സാറ് തേനെടുക്കുന്ന സന്ദർഭത്തിലാണ് മഴ പെയ്യുന്നത്. മഴയ്ക്ക് ശേഷമുള്ള തേനാണ് സാർ എടുക്കുന്നത്. അപ്പൊ എനിക്ക് ജോസാറിന്റെ അടുക്കൽ നിന്ന് ആ എപ്പിയറിൽ നിന്ന് തന്നെ, തേൻ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ തേൻ വാങ്ങണം. അങ്ങനെ വന്നിട്ട് ഞാൻ ആ സ്ഥലത്ത് വന്നിട്ട് തേൻ വാങ്ങി. ആ തേന് പച്ചവെള്ളം പോലെ ഇരിക്കും. അന്നേരം പറയും, സാർ ആദ്യം തന്ന തേൻ നല്ലതായിരുന്നു, ഇപ്പൊ തന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, തേനേ അല്ലെന്ന്. എന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് തേനീച്ച കർഷകർ പാലിക്കേണ്ട നിബന്ധന എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ആ സീസണിൽ കിട്ടുന്ന മുഴുവൻ തേനും കൂട്ടിക്കലർത്തി വേണം വിൽപ്പന നടത്താൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 300 കിലോ തേൻ കിട്ടിയെങ്കിൽ ആ 300 കിലോ തേനും നമ്മൾ വിറ്റഴിക്കുന്നത് ഒരേ രുചിയിലും ഒരേ നിറത്തിലും ഒരേ ഗുണത്തിലും നമുക്ക് വിറ്റഴിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പരാതികളിൽ നിന്ന് നമുക്ക്